നിത്യോപയോഗ പോഷകാഹാരമായ പാലിന്റെ ഉൽപാദനം, പതിനായിരക്കണക്കിന് ഇടത്തരം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം എന്നീ നിലകളിൽ ക്ഷീരമേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിലുള്ളത്. തീറ്റ സാമഗ്രികളുടെ ക്ഷാമവും കാലിത്തീറ്റയുടെ വിലവർധനവും ദീർഘനാളായി ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിലെ 13 ലക്ഷത്തോളം കന്നുകാലികൾക്കാവശ്യമായ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കാൻ 60,000 ഹെക്ടറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യേണ്ടതുണ്ട്. എന്നാൽ 20,000 ഹെക്ടറിൽ താഴെ മാത്രമാണ് നിലവിൽ തീറ്റപ്പുൽ കൃഷി എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജ് 2019 ഗവേഷണത്തിലൂടെ വികസിപ്പിച്ച സുസ്ഥിര തീറ്റപ്പുല്ലിന്റെ സവിശേഷതകൾ ഈ ഘട്ടത്തിൽ ക്ഷീരമേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച നേപ്പിയർ പുല്ലിന്റെയും ബാജറയുടെയും സങ്കര ഇനമാണ് സുസ്ഥിര. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം 2022 നടത്തിയ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ സുസ്ഥിര പാൽ ഉൽപാദനത്തിലും പാലിന്റെ കൊഴുപ്പിന്റെ അളവിലും വർധനവ് ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിരുന്നു. 14.74% അസംസ്കൃത പ്രോട്ടീനും 13% അസംസ്കൃത ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും സർവകലാശാലയുടെ പഠനങ്ങളിൽ വ്യക്തമാകുന്നു. കന്നുകാലികളുടെ ദഹന പ്രക്രിയയ്ക്കും അയവിറക്കലിനും ഗുണമേന്മയുള്ള പാലുൽപാദനത്തിനും സഹായിക്കുന്നത് മികച്ച ഇനത്തിലുള്ള തീറ്റപ്പുല്ലിന്റെ തെരഞ്ഞെടുപ്പാണ്. 2022-23 കാലയളവിലാണ് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം സുസ്ഥിര ഇനം തീറ്റപ്പുല്ല് പരീക്ഷിച്ചത്. 12ഓളം ക്ഷീര കർഷകരിലെ ക്രോസ്ബെഡ് അഥവാ സങ്കര ഇനത്തിൽപ്പെട്ട ജേഴ്സി പശുക്കളിൽ നടത്തിയ പരീക്ഷണത്തിൽ പാൽ ഉൽപാദന വർധനവും അതോടൊപ്പം തന്നെ പാലിന്റെ കൊഴുപ്പ് കൂടുന്നതായി കണ്ടെത്തി. അല്പം ശ്രദ്ധയോടെ ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ അതിശയിപ്പിക്കുന്ന വിളവ് ലഭിക്കും എന്നത് സുസ്ഥിരയുടെ പ്രധാന ആകർഷണമാണ്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതും നല്ല നീർവാർച്ച ഉള്ളതുമായ ഭൂമിയിൽ തനിവിളയായും ഇടവിളയായും സുസ്ഥിര കൃഷി ചെയ്യാം. കൃഷിയിടം വൃത്തിയാക്കി 2-3 മുട്ടുകളുള്ള നടീൽ തണ്ടുകൾ 2 അടി അകലത്തിൽ നടാം. ഒരു മുട്ട് മണ്ണിനടിയിൽ പോകുന്ന രീതിയിലാണ് നടേണ്ടത്. ഇപ്രകാരം 100 മുതൽ 110 തണ്ടുകൾ വരെ 1 സെന്റ് ഭൂമിയിൽ നടാനാകും. ശാസ്ത്രീയമായ വളപ്രയോഗത്തിലൂടെ കൃഷി ചെയ്യുമ്പോൾ അടിവളമായി 10 സെന്റിന് ഏകദേശം 1 ടൺ ചാണകം അഥവാ കാലിവളം ചേർത്ത് കൊടുക്കണം. തുടർന്ന് യൂറിയ 18 കിലോ 6 തവണകളായി വിളവെടുക്കുന്നതിനോട് അനുബന്ധിച്ച് ചുവട്ടിൽ ചേർത്ത് കൊടുക്കുക. കൂടാതെ രാജ്ഫോസ് 10 കിലോ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 3.5 കിലോ എന്നിവയും നടുന്ന സമയം അടിവളമായി ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 75 ദിവസമാകുമ്പോൾ ആദ്യ വിളവെടുപ്പിന് പാകമാകും. തുടർന്ന് 45 ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ് പ്രാവർത്തികമാക്കാം. പാലുൽപാദനത്തിലെ വർധനവ് ഉൾപ്പെടെ ക്ഷീരമേഖലയ്ക്ക് വളരെ പ്രയോജനകരമാണെന്ന് ബോധ്യമായ സുസ്ഥിരയുടെ കൃഷി വ്യാപിപ്പിക്കുവാൻ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം വലിയ പിന്തുണ നൽകുന്നുണ്ട്. വെട്ടിക്കവല ബ്ലോക്ക് തല കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെയും മൃഗസംരക്ഷണ വിഭാഗം മുൻനിര പ്രദർശനത്തിന്റെയും ഭാഗമായി നിലവിൽ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം 2.5 ഹെക്ടറിൽ ക്ഷീരകർഷകർക്കായി സുസ്ഥിര കൃഷി ചെയ്തു വരുന്നു. മറ്റ് പുല്ലിനങ്ങളുടെ അത്ര ജലസേചനം സുസ്ഥിരയ്ക്ക് ആവശ്യമില്ലെന്നതും അരം ഇല്ലാത്തതിനാലും മൃദുവായ തണ്ടായതിനാലും കന്നുകാലികൾ ഉത്സാഹത്തോടെ പൂർണ്ണമായും ഭക്ഷിക്കുമെന്നും കർഷകരുടെ അനുഭവം. സുസ്ഥിരയുടെ കൃഷി ക്ഷീരകർഷകർക്ക് പല രീതിയിൽ പ്രയോജനം ചെയ്യും. അതിന് സാക്ഷ്യമാണ് 1 ഏക്കറിൽ സുസ്ഥിര കൃഷി ചെയ്ത് വിളവെടുപ്പ് പൂർത്തീകരിച്ച ഈ കർഷകയുടെ വാക്കുകൾ. സ്റ്റെം കട്ടിങ് നമ്മൾ 15,000-തോളം സ്റ്റെം കട്ടിങ് നമുക്ക് പുറത്ത് കൊടുക്കാൻ കഴിഞ്ഞ്. അത് 1.5 രൂപ നിരക്കിലാണ് ഞങ്ങൾ ഓരോ സ്റ്റെമ്പ് ഞങ്ങൾ കൊടുത്തിരുന്നത്. സുസ്ഥിര എന്ന ഈ പുൽകൃഷി ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് പാലുൽപാദനം 2 ലിറ്ററോളം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. സുസ്ഥിര എന്ന ഈ പുല്ലെന്ന് പറഞ്ഞാൽ ചൂട് സമയത്ത് നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്ന ആ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. തീറ്റക്ഷാമത്തിന് പരിഹാരമാകുന്നതിനോടൊപ്പം കാലിത്തീറ്റയുടെ അളവ് കുറച്ച് തീറ്റ ചെലവ് ഗണ്യമായി കുറയ്ക്കുവാനും സുസ്ഥിര കൃഷിയിലൂടെ സാധിക്കും. കൂടാതെ കാലികളുടെ ആരോഗ്യം, പാലുൽപാദനം, പാലിന്റെ ഗുണനിലവാരം എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്നത് വഴിയും ക്ഷീരകർഷകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സുസ്ഥിരയുടെ നടീൽ തണ്ടുകളുടെ വിൽപ്പന കർഷകർക്ക് ഒരധിക വരുമാന സാധ്യതയാണ്. ചുരുക്കത്തിൽ മറ്റ് തീറ്റപ്പുല്ലിനങ്ങളെ അപേക്ഷിച്ച് സുസ്ഥിരയ്ക്കുള്ള ഗുണങ്ങൾ ക്ഷീരമേഖല ഇപ്പോൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വലിയൊരളവ് വരെ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമീപ ഭാവിയിൽ തന്നെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിടുന്ന കേരളത്തിന് സുസ്ഥിര തീറ്റപ്പുൽ കൃഷി പ്രധാനമാണ്.